എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോണത് 2024 നടന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ. ഷീ എക്സ്ക്ലെയിംഡ് ദാറ്റ് ഡാഷ് ടു പാരീസ് ബിഫോർ. എന്താണ് ആൻസർ ആയിട്ട് വരാ? ആൻസർ സി ആണ് വരാ. ഷീ had never been to Paris before. She exclaimed that she had never been to Paris before. Next question. I regret dash you that the event has been cancelled. I regret to tell you that the event has been cancelled. Next question. When I arrived, they dash for over an hour. Answer എന്താ വരാ? Had been waiting. When I arrived, they had been waiting for over an hour. Next question. The diplomat's ability to speak multiple languages was considered a valuable dash in international negotiations. Answer C, asset. Next question. The artist painted a beautiful landscape dash the canvas. On to the canvas. Next question. The negotiations between the two countries finally dash after weeks of discussions and the war began. Answer C, broke down. Next question. The detective's ability to notice the dash details led to the solving of the complex mystery. Answer B ആണ് വരിക, salient. Next question. The bargains between the two companies reached a dash when they failed to agree on the terms of the partnership. Answer B ആണ് dead end. Next question അവർ ഒഴിവാക്കിയതാണ്. Next question നോക്കാം. Despite facing numerous obstacles, she played remarkable dash throughout the challenging project. Answer B ആണ് വരിക, tenacity. Next മലയാളാണ്. Strike while the iron is hot എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് യോജിച്ച പഴമൊഴി താഴെ കൊടുത്തവയിൽ ഏതാണ്? കാറ്റുള്ളപ്പോൾ തൂറ്റണം. സി എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? പാണിയും പാദവും, പാണിപാദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവയിൽ ഏതാണ്? പൂജക ബഹുവചനം അല്ലാത്തത് കേട്ടോ. ആൻസർ ഡി ആണ്, അധ്യാപകർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വണ്ട് എന്ന അർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? അളി, ഭ്രമരം, മധുപം, ഭൃംഗം. അളി, ഭൃംഗം, ഭ്രമരം, മധുപം എന്നൊക്കെ പറഞ്ഞ വണ്ട് തന്നെയാണ്. അപ്പൊ മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് ആൻസർ. താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏത്? ഇത് കുറെ പ്രാവശ്യമായി ഈ യാദൃച്ഛികം വരുന്നു കേട്ടോ. യാദൃശ്ചികം എന്ന് പറഞ്ഞാലും യാദൃച്ഛികം ചാച്ച അച്ഛൻ എന്നുള്ളതിലാണ് എഴുതുക. അതിഥി താ ആണ് എഴുതുക, അതിഥി. പിന്നെ അനുഗ്രഹീതൻ അത് ശരിയാണ്. പിന്നെ അഞ്ജലി ഞാജാണ് എഴുതുക. പിരിച്ചെഴുതുക വിണ്ടലം. എങ്ങനെയാണ് പിരിച്ചെഴുതുക? വിൺ പ്ലസ് തലം, വിണ്ടലം.
ചേർത്തെഴുതുക. കൽ പ്ലസ് മതിൽ, കൽ പ്ലസ് മതിൽ കന്മതിൽ. ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ആൻസർ എ, പ്രയോജനമില്ലാത്ത വസ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിപരീതം എഴുതുക. ഉന്മീലനം, ഉന്മീലനത്തിന്റെ വിപരീതം നിമീലനം. ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ, അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു. എ എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.